നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. കൊങ്ങൻ പടയോടനുബന്ധിച്ച് ചിറ്റൂർ മേഖലയിൽ ജില്ലാ കളക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചത് എക്സൈസ് അധികൃതർ മറച്ചുവെച്ചതായി വിജിലൻസ്. പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്ന് ചിറ്റൂർ സർക്കിൾ ഓഫീസിലേക്ക് കളക്ടറുടെ ഉത്തരവ് യഥാസമയം കൈമാറിയില്ല. മാർച്ച് 6 പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് മദ്യവിൽപ്പനശാലകളിൽ എത്തിച്ചത് കൊങ്ങൻപട നടന്ന മാർച്ച് 18 വൈകിട്ട് 6 മണിക്കു ശേഷം. പരിശോധനാ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കും. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി സമരം തുടരുന്നു. കോളേജ് ഡയറക്ടറെയും പ്രിൻസിപ്പലിനെയും SFI പ്രവർത്തകർ മണിക്കൂറുകളോളം പൂട്ടിയിട്ടു. ഇരുവരെയും പുറത്തിറക്കിയത് പോലീസ് എത്തി ബലമായി വാതിൽ തുറന്ന്. കളക്ടറുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങളായില്ല. കുവൈറ്റ് ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ബിനോയ് കുവൈറ്റിലെത്തിയത് 5 ദിവസം മുൻപ്. മാധ്യമപ്രവർത്തകൻ UV വിനീഷ് അന്തരിച്ചു. അന്ത്യം ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ശാസ്ത്രീയ മാലിന്യ സംസ്കരണ രീതി ഫലപ്രദമെന്ന് തെളിയിച്ച് വാണിയംകുളത്തെ ബയോഗ്യാസ് പ്ലാന്റ്. നഗരത്തിലെ ജനകീയ ഹോട്ടലിൽ 7 മണിക്കൂർ പാചകം ചെയ്യാനുള്ള ബയോഗ്യാസ് ലഭ്യമാകുന്നത് പ്ലാന്റിൽ നിന്ന്. പ്ലാന്റ് വിപുലീകരണം സംബന്ധിച്ച പദ്ധതി ആലോചനയിലുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ. വാർത്തകൾ വിശദമായി. കൊങ്ങൻ പടയോടനുബന്ധിച്ച് ചിറ്റൂർ മേഖലയിൽ ജില്ലാ കളക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചത് എക്സൈസ് അധികൃതർ മറച്ചുവെച്ചതായി വിജിലൻസ്. പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്ന് കളക്ടറുടെ ഉത്തരവ് ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലേക്ക് കൈമാറിയിരുന്നില്ലെന്ന് രണ്ടിടത്തുമായി നടത്തിയ പരിശോധനയിൽ വിജിലൻസ് കണ്ടെത്തി. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ പ്രദേശങ്ങളിലും പൊൽപ്പുള്ളി നല്ലേപ്പിള്ളി പഞ്ചായത്തുകളിലും കൊങ്ങൻപട ദിനമായ മാർച്ച് 18 കളക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഉത്തരവ് മാർച്ച് 6 പുറത്തിറക്കി. എന്നാൽ ഈ ഉത്തരവ് മാർച്ച് 18 വൈകിട്ട് 6 ശേഷം മാത്രമാണ് മദ്യവിൽപ്പനശാലകളിൽ കൊടുത്തിരുന്നതെന്നും ഇതുമൂലം മദ്യവിൽപ്പന നടന്നിരുന്നെന്നും കണ്ടെത്തി. ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഓഫീസിൽ നടത്തിയ പരിശോധനയ്ക്കിടെ മറ്റൊരു ക്രമക്കേടും കണ്ടെത്തിയിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറ കൺസ്യൂമർ ഫെഡ് വിൽപ്പന കേന്ദ്രത്തിലേക്ക് ഇറക്കുന്ന മദ്യത്തിൻ്റെ വിവരങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്തേണ്ട സർട്ടിഫിക്കറ്റ് കടയുടെ ചുമതലക്കാരനായ ജീവനക്കാരൻ സ്വയം രേഖപ്പെടുത്തി സീൽ പതിപ്പിച്ചു പോകുന്നതായും വിജിലൻസ് കണ്ടെത്തി. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുവൈറ്റ് ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. നേരത്തെ ബിനോയ് തോമസിനെ കാണാനില്ലെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ സ്ഥിരീകരിച്ചിരുന്നു. ബിനോയ് തീപിടുത്തം നടന്ന ഫ്ളാറ്റിലുണ്ടായിരുന്നു എന്ന സംശയവും ഉയർന്നിരുന്നു. ഇതിനു പിറകെയാണ് ബിനോയ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. 5 ദിവസം മുൻപാണ് ബിനോയ് തോമസ് കുവൈറ്റിലെത്തിയത്. ബിനോയ് തോമസ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് പോയത്. ഇവിടെ ആശ ഫുട്വെയറിലായിരുന്നു താൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളുടെ ഇടയിലാണ് ഈ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് മെഡിക്കലെല്ലാം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവിടെ നിന്ന് കയറി പോയത്. വ്യാഴാഴ്ച ഹെഡ് ഓഫീസിൽ ചെന്ന് ജോലിയിൽ കയറി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളൊക്കെ ജോലി ചെയ്തു. പ്രഭാതത്തിൽ 2:30 വരെ വൈഫിനോട് സംസാരിച്ചതാണ്. അതിനുശേഷമുള്ള സമയത്താണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത്. ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് മോർച്ചറിയുടെ ഏറ്റവും അടുത്ത് മോർച്ചറിയിൽ ചെന്ന് ആ ബോഡി കണ്ട് മരണം സ്ഥിരീകരിച്ചു കൺഫേംഡ് ആണെന്ന് ബെന്നെ, മഞ്ജു എന്ന് പറഞ്ഞ 2 സുഹൃത്തുക്കൾ നമ്മളെ അറിയിക്കാനിടയായി തീർന്നു. പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ 3 ദിവസങ്ങളിലായി വിദ്യാർത്ഥികൾ സമരത്തിലാണ്. അനിശ്ചിതകാല സമരം തുടരുന്ന വിദ്യാർത്ഥികൾ പാലക്കാട് മെഡിക്കൽ കോളേജ് കവാടത്തിൽ കുത്തിയിരിപ്പ് നടത്തി. മെഡിക്കൽ കോളേജിലെ ഇല്ലായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും പരിഹാരമാകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുന്നതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. സർക്കാർ നിരന്തരം വാഗ്ദാനം നൽകുന്നതല്ലാതെ മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനായി ഒന്നും ചെയ്യുന്നില്ല. മെഡിക്കൽ കോളേജ് ആരംഭിച്ച് 10 വർഷം പിന്നിടുമ്പോഴും സ്ഥിര അധ്യാപക നിയമനം നടത്തുന്നില്ല. കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനമാണ് നടക്കുന്നത്. പരിശോധനാ സംവിധാനങ്ങൾ, ശസ്ത്രക്രിയാ സംവിധാനം തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ല.
മെഡിക്കൽ കോളേജിന്റെ മുൻവശത്തുള്ള ഹൈവേയിൽ നടക്കുന്ന അപകടങ്ങളിൽപ്പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും സംവിധാനമില്ല. മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്ന ശമ്പളത്തെക്കാളും കുറവാണ്. അപ്പോൾ ഇതെല്ലാം ആകുമ്പോൾ ഇവിടെ ആരും വരുന്നില്ല, ഇവിടെ ആരും ജോലി അന്വേഷിച്ച് വരികയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മളിവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ഭാവിയാണ് ഇതിനെ കൊണ്ട് തകരാറാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സർവാധികാരി എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ്. ഏത് പാർട്ടി ആയിക്കോട്ടെ, XYZ ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ഹെഡായിട്ടുള്ളത്. അദ്ദേഹം ഒരു ചേംബർ വിളിച്ച് ബന്ധപ്പെട്ട അധികാരികളെല്ലാം വിളിച്ചുകൂട്ടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതൊരു പെർമനന്റ് റിക്രൂട്ട്മെന്റ് ബോർഡ് വേണം. ഇവിടുത്തെ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രീതി കൊണ്ടുവരണം. അത് യൂണിഫോമായിട്ട് നടപ്പാക്കണം. എല്ലാ കൊല്ലവും അത് തന്നെ നടപ്പാക്കുകയും വേണം. അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഇവിടെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ പരിഹാരങ്ങളും നമുക്ക് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി IP-യുടെ ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് നടത്തിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചലമായി. മെഡിക്കൽ കോളേജിനായി അനുവദിക്കുന്നുണ്ടെന്ന് പറയുന്ന കോടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ, ആദിത്യ, അഖിൽ, ഗ്രീഷ്മ, തനിമ, കൃഷ്ണ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ കോളേജ് ഡയറക്ടറെയും പ്രിൻസിപ്പലിനെയും മണിക്കൂറുകളോളം പൂട്ടിയിട്ടു. പോലീസ് എത്തി ബലമായി വാതിൽ തുറന്നാണ് ഇരുവരെയും പുറത്തിറക്കിയത്. ആദ്യം വിസമ്മതിച്ച ശേഷമാണ് കലക്ടറുമായി വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറായത്. മെഡിക്കൽ കോളേജ് ഡയറക്ടർ OK മണി, പ്രിൻസിപ്പലിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിനയ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പ്രസാദ് എന്നിവരെയാണ് ഡയറക്ടറുടെ ക്യാബിനിൽ SFI പ്രവർത്തകർ പൂട്ടിയിട്ടത്. ചർച്ചയ്ക്ക് കലക്ടർ വിളിച്ചെങ്കിലും വിദ്യാർത്ഥികൾ ആദ്യം വിസമ്മതിച്ചു. പിന്നീട് വിദ്യാർത്ഥി പ്രതിനിധികൾ കലക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും കാര്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചില്ല. ഇതോടെ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിൽ സമരം തുടർന്നു. കോളേജ് അധികൃതരെ തുറന്നുവിടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും വിദ്യാർത്ഥികൾ വഴങ്ങിയില്ല. ഒടുവിൽ പോലീസ് ബലമായി വാതിൽ തുറന്ന് ഡയറക്ടർ അടക്കമുള്ളവരെ പുറത്തിറക്കുകയായിരുന്നു. ഇതിനിടെ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പക്ഷപാതമാണെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധം. തൊഴിലാളികൾ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധ റാലിയും തുടർന്ന് ധർണയും നടത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ അഴിമതി അന്വേഷിക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ രാഷ്ട്രീയം നോക്കാതെ നൽകുക, മത്സ്യബന്ധനത്തിന് ഡാമിൽ പോയ തൊഴിലാളികൾക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ രക്ഷിക്കാനുള്ള ബോട്ട് സംവിധാനം ഒരുക്കുക, മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ശൗചാലയങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. മലമ്പുഴ ഉദ്യാനത്തിനു മുന്നിലെ മത്സ്യസ്റ്റാൾ പരിസരത്തു നിന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളി യൂണിയൻ BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് T. ശിവദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞതിലെ കുറച്ച് വർഷങ്ങളുടെ മുന്നേ, ഒരു വർഷം മുന്നേ മത്സ്യമന്ത്രി ഇവിടെ വന്നിരുന്നു. ഈ ഡാമിലെ മത്സ്യമന്ത്രി ഇവിടെ വരികയും ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചിലവാക്കപ്പെടുന്നു. ആ പൈസ ആരുടെയാണ്? ഈ തൊഴിലാളികൾ അധ്വാനിച്ച പണം കൊണ്ട് 1 ലക്ഷത്തോളം രൂപ, അതിന് കൃത്യമായ കണക്ക് ഇവിടുന്ന് ബോധിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തൊഴിലാളികൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണം. ആ തൊഴിലാളികളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള സംവിധാനം ഈ ബോർഡിൽ നിന്നുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ പറയാൻ കാരണം, മലമ്പുഴ ഡാമിൻ്റെ പൂർണ്ണ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ബോട്ടില്ല. AIFC ജില്ലാ വൈസ് പ്രസിഡന്റ് A. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. INTUC നേതാവ് MC സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് ചെറാട്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് A. ഷിജു, BMS മേഖലാ സെക്രട്ടറി P. പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലയാള മനോരമ സ്റ്റാഫ് റിപ്പോർട്ടർ UV വിനീഷ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. മാധ്യമരംഗത്തെ ഷൊർണൂരിന്റെ പരിചിത മുഖമാണ് അരങ്ങൊഴിയുന്നത്. നിഷ്പക്ഷ നിലപാടുകളെന്നും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച വിനീഷ് പ്രതിഭാശാലിയായ മാധ്യമപ്രവർത്തകനായിരുന്നു. അസുഖബാധിതനായി ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വിനീഷിൻ്റെ അപ്രതീക്ഷിത വിയോഗം. ഷൊർണൂർ മഞ്ഞക്കാട് ഉണ്ണിയമ്പത്ത് വിജയൻ രുക്മിണി ദമ്പതികളുടെ മകനായ UV വിനീഷ് കഴിഞ്ഞ 27 വർഷമായി മലയാള മനോരമ ലേഖകനാണ്.
ഷൊർണൂർ SN കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനും ഒറ്റപ്പാലം NSS കോളേജിലെ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് മാധ്യമരംഗത്തെത്തുന്നത്. ഒറ്റപ്പാലത്ത് മംഗളം ദിനപത്രത്തിൻ്റെ ലേഖകനായാണ് മാധ്യമരംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് ഒറ്റപ്പാലം ഷൊർണൂർ മേഖലകളിലെ മനോരമ ലേഖകനായി പാലക്കാട്ട് പത്രത്തിൻ്റെ ഡെസ്കിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് സ്റ്റോറികൾ ആകർഷകമായി ചമയ്ക്കുന്നതിൽ അസാധാരണ മികവ് പുലർത്തിയ മാധ്യമപ്രവർത്തകനായിരുന്നു വിനീഷ്. വാർത്തകളെ വളച്ചൊടിക്കാത്ത ശൈലി തുടക്കം മുതൽ സ്വീകരിച്ചിരുന്ന UV വിനീഷ് നിഷ്പക്ഷമായ നിലപാടുകളുമായാണ് മാധ്യമപ്രവർത്തകനെന്ന നിലയിൽ സ്വയം അടയാളപ്പെടുത്തിയത്. മനോഹരമായ മാധ്യമ ഭാഷയായിരുന്നു UV വിനീഷിൻ്റെ കരുത്ത്. കലോത്സവങ്ങളിലെയും മറ്റും കാണാക്കാഴ്ചകളും സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ നൊമ്പരങ്ങളും നിരവധിയായ സാമൂഹ്യ പരിസ്ഥിതി വികസന പ്രശ്നങ്ങളും തുടങ്ങി എല്ലാ മേഖലകളിലൂടെയും ആ മാധ്യമബോധം സഞ്ചരിച്ചു. പ്രാദേശിക മാധ്യമരംഗത്ത് വലിയ വിടവ് സൃഷ്ടിച്ചാണ് 50-ാം വയസ്സിൽ വിനീഷ് യാത്രയാകുന്നത്. വാർത്തകൾ തയ്യാറാക്കുന്നതിൽ വിനീഷ് സ്വീകരിച്ചുവന്ന ശൈലി യുവമാധ്യമപ്രവർത്തകർക്ക് പ്രചോദനമാണ്. അലസതയെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന അപാരമായ ചിന്താശേഷിയും സാമൂഹ്യ പ്രതിബദ്ധതയും കൊണ്ട് വാർത്തകളുടെ ലോകം സമ്പന്നമാക്കിയ വിനീഷ് യാത്രയാകുമ്പോൾ നിള ഒരു മാത്ര നിശ്ചലമായേക്കും. അത്രമേൽ പുഴയുടെ കണ്ണീരൊപ്പുകയും പ്രതാപങ്ങൾ പകർത്തുകയും ചെയ്ത തൂലികയാണ് നിത്യതയിൽ ലയിക്കുന്നത്. ഭൗതിക ശരീരം വെള്ളിയാഴ്ച രാവിലെ ഷൊർണൂരിൽ എത്തിക്കും. രാവിലെ 8:30 സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടക്കും. കാഞ്ചനയാണ് ഭാര്യ. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ രീതി ഫലപ്രദമെന്ന് തെളിയിച്ച് വാണിയംകുളത്തെ ബയോഗ്യാസ് പ്ലാന്റ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി വാണിയംകുളം പഞ്ചായത്ത് ചന്തയോട് ചേർന്ന് സ്ഥാപിച്ച ഗോബർധൻ ബയോഗ്യാസ് പ്ലാന്റാണ് വിജയകരമായി പ്രവർത്തിക്കുന്നത്. വാണിയംകുളം നഗരത്തിലുള്ള പഞ്ചായത്ത് ജനകീയ ഹോട്ടലിലെ മാലിന്യവും മറ്റുമാണ് ഇപ്പോൾ പ്ലാന്റിൽ നിക്ഷേപിക്കുന്നത്. ജനകീയ ഹോട്ടലിലേക്ക് 7 മണിക്കൂർ പാകം ചെയ്യാനാവശ്യമായ ബയോഗ്യാസ് ഇപ്പോൾ പ്ലാന്റിൽ നിന്ന് ലഭ്യമാണ്. പ്ലാന്റിൽ നിന്ന് പൈപ്പിലൂടെയാണ് ഗ്യാസ് ജനകീയ ഹോട്ടലിലുള്ള സ്റ്റൗവിലെത്തുന്നത്. പാചകവാതക വില അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നൂതനവും ദീർഘവീക്ഷണമുള്ളതുമായ ബദലാണ് ബയോഗ്യാസ് പ്ലാന്റ്. മുണ്ടൂർ IRTCയാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ശുചിത്വ മിഷൻ്റെ 20 ലക്ഷം രൂപ സാമ്പത്തിക സഹായവും ലഭ്യമായിട്ടുണ്ട്. ജനകീയ ഹോട്ടൽ നടത്തുന്ന കുടുംബശ്രീ അംഗങ്ങൾക്കാണ് പ്ലാന്റിൻ്റെ പരിപാലനം. 1 കോടി രൂപ ചെലവിൽ ചന്ത നവീകരണവും കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസം കാലിച്ചന്തയിൽ നിന്ന് മൃഗവിസർജ്യമടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിച്ച് മാലിന്യത്തെ പാചകവാതകമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയും ആലോചനയിലുണ്ടെന്ന് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ അറിയിച്ചു. 20 ലക്ഷം രൂപ ചെലവ് ചെയ്ത് മുണ്ടൂർ IRTC നിർമ്മിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ് നല്ല നിലയിൽ പ്രവർത്തനം തുടർന്നു വരികയാണ്. ആ ബയോഗ്യാസ് പ്ലാന്റിലെ ഗ്യാസ് ഉപയോഗപ്പെടുത്തി ജനകീയ ഹോട്ടലിൽ ചുരുങ്ങിയ വിലയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയെടുക്കുകയാണ്. ജനകീയ ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള കുടുംബശ്രീക്കാരാണ് ആ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പരിപാലനവും സംരക്ഷണവും എല്ലാം നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം 2023 ജനുവരി 27 ആരംഭിച്ച് ഇതുവരെ മുടക്കം കൂടാതെ നടന്നു വരുന്നുണ്ട്. ചന്ത നവീകരണത്തിൻ്റെയും കൂടി ഭാഗമായി ഗവൺമെൻറ് 1 കോടി രൂപ അനുവദിച്ചു തന്ന നവീകരണ പ്രവർത്തനം ചന്തയിൽ നടക്കുന്നതോടുകൂടി ഏതാണ്ട് ചന്തയുടെ എല്ലാ ഭാഗവും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ആഴ്ചയിൽ 1 ദിവസം വളം ശേഖരിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കി ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തനം കുറേയും കൂടി ത്വരിതപ്പെടുത്തുന്നതിനും കുറേയും കൂടി മാലിന്യ സംസ്കരണം ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ചന്ത നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു ശ്രമം പഞ്ചായത്ത് നടത്തി വരികയാണ്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ജനകീയ ഹോട്ടലിലേക്ക് കൂടുതൽ ബയോഗ്യാസ് ലഭ്യമാകും. 2023 ജനുവരി 7 മന്ത്രി MB രാജേഷാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പദ്ധതിയെ അന്നു തന്നെ മന്ത്രി പ്രശംസിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള പോലീസ് അസോസിയേഷൻ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പാലക്കാട്ട് രക്തദാനം നടത്തി. ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ അനൂപ് രക്തദാനം ഉദ്ഘാടനം ചെയ്തു. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിലും പോലീസ് അസോസിയേഷൻ മുൻപന്തിയിലാണെന്ന് ഡോക്ടർ അനൂപ് പറഞ്ഞു. അസോസിയേഷനിൽ ഉൾപ്പെട്ട നിരവധി പേർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ രക്തം ദാനം ചെയ്തു. KPA ജില്ലാ പ്രസിഡന്റ് M. കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു.
ജില്ലാ ജനറൽ സെക്രട്ടറി എൻ സുബേഷ് കുമാർ, സൂപ്രണ്ട് ഡോക്ടർ ജയശ്രീ, പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ശിവകുമാർ, KG ഷീബ, EK ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജില്ലയിൽ 10 ലക്ഷം കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കല്ലൂർ ബാലന്റെ തൈകൾ നടൽ പ്രവൃത്തികൾക്ക് തുടക്കമായി. മങ്കര പഞ്ചായത്ത് തല ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. മഴക്കാലം തുടങ്ങിയതോടെയാണ് കരിമ്പന നടാനുള്ള യജ്ഞം തുടങ്ങിയത്. ഇതിനായി മാസങ്ങൾക്ക് മുൻപ് തന്നെ വിവിധ സ്ഥലങ്ങളിൽ പോയി കരിമ്പന വിത്തുകൾ ശേഖരിച്ച് മുളപ്പിച്ചു വെച്ചിരുന്നു. 5 വർഷം കൊണ്ട് 10 ലക്ഷം കരിമ്പനകൾ നട്ട് ജില്ലയെ കരിമ്പനകളുടെ പച്ചപ്പാക്കി മാറ്റാനാണ് ബാലന്റെ ശ്രമം. തൈകൾ നടുന്നതിനപ്പുറം നട്ടുപിടിപ്പിച്ച പനത്തൈകളെ പരിപാലിക്കുകയും ബാലൻ ചെയ്തു വരുന്നുണ്ട്. വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും ബാലന് കൂട്ടായുണ്ട്. ഇറാം ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുന്നത്. പിടിപ്പിക്കുന്നതെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഒരു കാലത്ത് സാധാരണക്കാരന്റെ ഉപജീവനമായി മാർഗമായിരുന്ന കള്ളുചെത്ത്, അതുപോലെ തന്നെ വീടിന് വാസയോഗ്യമാക്കുന്നതിനുള്ള പട്ട, അതുപോലെ ഓട്ടുപെരകൾ ചെയ്യുന്നതിനുള്ള കഴുക്കോല് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ തരുന്ന പാലക്കാടിനെ കരിമ്പനകളുടെ നാട് എന്ന് അറിയപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത കാലത്തായി അതൊക്കെ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വേനൽക്കാലങ്ങളിൽ തെങ്കാശിയിൽ നിന്ന് നൊങ്ക് കൊണ്ടുവന്ന് ഈ പാതയോരങ്ങൾ, പാലക്കാടൻ പാതയോരങ്ങളിൽ വിൽക്കുന്നത് ഒരു നിരന്തര കാഴ്ചയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ബാലേട്ടൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കല്ലൂരിലെ ഈ പ്രദേശങ്ങളുടെ പല ഭാഗങ്ങളിലായിട്ട് പനകൾ വെക്കുന്ന വലിയൊരു ദൗത്യത്തിൽ മറ്റു മരങ്ങളോടൊപ്പം പന വെച്ച് പിടിപ്പിക്കുന്ന ദൗത്യം കൂടി അദ്ദേഹം ഏറ്റെടുത്തിറക്കുകയാണ്. കല്ലൂര് വെച്ച് സംഘടിപ്പിച്ച പഞ്ചായത്ത് തല ഉദ്ഘാടന പരിപാടിയിൽ പഞ്ചായത്ത് അംഗം MV രമേശ് അധ്യക്ഷനായി. കല്ലൂർ ബാലൻ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു. പരിസ്ഥിതി പ്രവർത്തകരായ KK റഹിമാൻ, അപ്പുക്കുട്ടൻ കല്ലൂർ, PK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചിനക്കത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ലക്കിടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് വീൽചെയർ സംഭാവന ചെയ്തു. ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷ് JPHN ശ്രീലേഖയ്ക്ക് വീൽചെയർ കൈമാറി. വാർഡ് കൗൺസിലർ ഗംഗാധരൻ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ വേണുഗോപാൽ, ശിവമണി, ജയപാൽ, ആശാ വർക്കർ സുമ, അംഗൻവാടി വർക്കർ രേണുക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന S പ്രഭാകരൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് അനുസ്മരണ യോഗം ചേർന്നു. യൂണിയന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി പെൻഷൻ ഭവനിൽ ചേർന്ന യോഗം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം M രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ അതിനുശേഷം രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ കൂടിയിട്ട് KSSBയുടെ പ്രവർത്തകനായിട്ട് തുടരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, കാരണം NKG മേനയും അതേപോലെ തന്നെ K പ്രഭാകരൻ മാഷയും അതേപോലെ തന്നെ മധുമാഷയും ഓർമ്മിക്കാതിരിക്കാൻ കഴിയും. KM ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ P സുധാകരൻ അധ്യക്ഷനായി. യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് P ശിവശങ്കരൻ, സംസ്ഥാന കൗൺസിലർ T ശാന്തകുമാരി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M രാമചന്ദ്രൻ, AP മുരളീധരൻ, ES കൃഷ്ണൻ, MK രാധ, സംസ്ഥാന കൗൺസിലർ KR മോഹൻദാസ്, M അച്യുതൻ, രാജേന്ദ്രൻ നായർ, T ശശിധരൻ, AS വിജയൻ, P അനിൽകുമാർ, സുരേന്ദ്രൻ, CS ലംബോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിംകുളം പുലാചിത്ര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൊടിമര ആധാര ശിലാസ്ഥാപന ചടങ്ങും ഷഷ്ടിപൂജയും നടന്നു. ക്ഷേത്രം ശാന്തി ഗിരീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശിലാസ്ഥാപനം കുഞ്ഞിലക്ഷ്മി അമ്മ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊങ്ങൻ പടയോടനുബന്ധിച്ച് ചിറ്റൂർ മേഖലയിൽ ജില്ലാ കളക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചത് എക്സൈസ് അധികൃതർ മറച്ചുവെച്ചതായി വിജിലൻസ്. പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്ന് ചിറ്റൂർ സർക്കിൾ ഓഫീസിലേക്ക് കളക്ടറുടെ ഉത്തരവ് യഥാസമയം കൈമാറിയില്ല. മാർച്ച് 6 പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് മദ്യവിൽപ്പനശാലകളിൽ എത്തിച്ചത് കൊങ്ങൻപട നടന്ന മാർച്ച് 18 വൈകിട്ട് 6 മണിക്കു ശേഷം. പരിശോധനാ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കും. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി സമരം തുടരുന്നു. കോളേജ് ഡയറക്ടറെയും പ്രിൻസിപ്പലിനെയും SFI പ്രവർത്തകർ മണിക്കൂറുകളോളം പൂട്ടിയിട്ടു.
ഇരുവരെയും പുറത്തിറക്കിയത് പോലീസ് എത്തി ബലമായി വാതിൽ തുറന്ന്. കളക്ടറുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങളായില്ല. കുവൈറ്റ് ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ബിനോയ് കുവൈറ്റിലെത്തിയത് 5 ദിവസം മുൻപ്. മാധ്യമപ്രവർത്തകൻ UV വിനീഷ് അന്തരിച്ചു. അന്ത്യം ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ശാസ്ത്രീയ മാലിന്യ സംസ്കരണ രീതി ഫലപ്രദമെന്ന് തെളിയിച്ച് വാണിയംകുളത്തെ ബയോഗ്യാസ് പ്ലാന്റ്. നഗരത്തിലെ ജനകീയ ഹോട്ടലിൽ 7 മണിക്കൂർ പാചകം ചെയ്യാനുള്ള ബയോഗ്യാസ് ലഭ്യമാകുന്നത് പ്ലാന്റിൽ നിന്ന്. പ്ലാന്റ് വിപുലീകരണം സംബന്ധിച്ച പദ്ധതി ആലോചനയിലുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.